കുട്ടനാട് താറാവല്ല, നമ്മുടെ ബ്രിട്ടീഷ് ബ്രീഡാ. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന ഇനമെന്ന് ഒന്നുമില്ല. അത് 100% ഗ്യാരണ്ടിയാ. പെടക്കോഴി കൊണ്ടുവന്നതിനകത്ത് അടയിരിക്കാത്ത ഒരെണ്ണം ഉണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ഞാൻ എടുത്തോളാം. ഓൾ കേരള ഡെലിവറി പെർ ട്രാൻസ്പോർട്ടേഷൻ വരെ ചെയ്യുന്നു. റേറ്റ് നമുക്ക് നെഗോഷ്യബിളാ. ആവശ്യക്കാരുടെ പഴയ നാടനാ കിടക്കുന്നതെല്ലാം. തലശ്ശേരി കിടപ്പുണ്ട്. തലശ്ശേരി നമുക്ക് വളരെ കുറവാണ്. പിന്നെ കൂടുതലും നമ്മൾ ചെയ്യുന്നത് കറുപ്പി പുള്ളിക്കോഴിയാണ് ചെയ്യുന്നത്. ഇത് കിടക്കുന്ന കാക്കി ക്യാമ്പൽ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അതിന്റെ 60 ടൈപ്പ് എന്ന് പറഞ്ഞത് തന്നെ എന്ന് വെച്ചാൽ വലിപ്പം കുറവായിരിക്കും. ഫ്ലൈൻഡ് ഒക്കെ കിടക്കുന്നത്. അതിന്റെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. അത് നമ്മുടെ ഒരു ക്രോസ് ബ്രീഡാ. അതാണെന്നുണ്ടെങ്കിൽ ബീറ്റില് അതിന്റെ അമ്മ വൈറ്റ് ഗൂസ് ആണ്, ചൈനീസ് ഗൂസാ. ഇതാണ് നമ്മുടെ പ്യൂർ. നമ്മുടെ നാടൻകോഴികൾ മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല നമ്മുടെ കയ്യിൽ. റെഡ് ബീറ്റിലിന്റെ ഫീമെയിലാണ് കിടക്കുന്നത്. കോഴിക്ക് ഒരു പെടക്കോഴി തപ്പി പോയതാ. പക്ഷെ പ്രിയങ്കയുടെ സുഹൃത്ത് പറഞ്ഞതിന്റെ പേര് നമ്മൾ അവിടെ പോയെങ്കിലും അവിടെ ചെന്നപ്പം വലിയ കോഴി അവർ കൊടുക്കുന്നില്ല. നാടൻ കോഴി അടവെച്ച് കേട്ടോ, ഇൻക്യുബേറ്റർ അല്ല, അടവെച്ച് വിരിപ്പിച്ച് കുഞ്ഞുങ്ങളെ അവിടെ സെയിൽ ചെയ്ത്. ഞങ്ങളിപ്പോ പോയ സ്ഥിതിക്ക് കുഞ്ഞു കോഴിയെ ചമലിക്കും തിത്തലിക്കും വേണമെന്ന് പറഞ്ഞതിന്റെ പേര് നമ്മൾ മേടിച്ചു. അതിനെ കാണിച്ചു തരാം. എത്ര ദിവസം പ്രായം ഉണ്ടെന്ന് അറിഞ്ഞു പറഞ്ഞത് വീഡിയോ ഏതായാലും പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എത്ര ദിവസം പറയുന്നത്? 45 ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞിനെയായിരുന്നു. തുറന്ന് കാണിച്ചു, അടുത്ത് കാണിച്ചു. 45 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയാണ് കേട്ടോ. നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും കൊതിയല്ലേ കോഴി വളർത്താൻ. ഒരു ചാരയുണ്ട്, 2 ഒരേ കളറല്ലേ, ഒരെണ്ണം ചാര കളർ. ഏതായാലും ബാക്കി വീഡിയോ ഇതിനകത്തുണ്ട്. നാടൻ കോഴി കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിലോ കോഴിയുണ്ട്, താറാവുണ്ട്, എല്ലാ ഐറ്റം സാധനം ഉണ്ട്. ബാക്കി വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ള വിളിച്ചു കഴിഞ്ഞാൽ അവർ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. എന്നാലും നമുക്ക് കിട്ടിയായാലും കുഞ്ഞു കോഴികളെ ആയാലും നല്ല കോഴികളെ കിട്ടിയിട്ടുണ്ട്. നാടൻ കോഴി വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വായിച്ചോട് കൊത്തിപ്പൊറുക്കി തിന്നു. അങ്ങനെ നമ്മള് കോഴിയെ തിരക്കി വന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ ആ കൺഫ്യൂഷനായി. കോഴിയുടെ ഉടമയോട് പോണ്ട്. നമസ്കാരം, പേരെന്ന് പറയൂ? എന്നാ കുത്തിയാലും പേരെന്തായിരുന്നു? ആസിഫ്. നമ്മുടെ ഏതായാലും പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഇങ്ങനെ കറങ്ങി തിരക്കി പിടിച്ച ഇവിടം വരെ എത്തിയത്. പ്രിയങ്കടോട് വർക്ക് ചെയ്യുന്ന എന്റെ പേരെന്താ? അനുപമ മേഡം ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ച് അങ്ങനെ പറഞ്ഞു വന്നതാ. ഇവിടെ വന്നപ്പോ ആ കൺഫ്യൂഷനായി മൊത്തം. ഏതിനെ മേടിക്കണം? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പെടക്കോഴിയുടെ മാത്രം ആവശ്യമുള്ളൂ. ഞങ്ങൾക്ക് വേറെ അങ്ങനെ കൂടുതലായിട്ട് വളർത്തുന്നില്ല. ഒരു പെടക്കോഴി തിരക്കി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പം പെടക്കോഴിയൊക്കെ എടുക്കാനില്ലല്ലേ? പെടക്കോഴി നമുക്ക് വലുതിനെ കൊടുക്കുന്നില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ ഇപ്പൊ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നു. കാരണം നമ്മൾ ഒരുപാട് വിരിപ്പിച്ചേ കൊടുക്കുന്നുണ്ട്. തള്ളക്കോഴിയും കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കുന്നു. പഴയ നമ്മുടെ നാടൻ താറാവ്, പഴയ നാടൻ കോഴി, അടയിരിക്കുന്ന കോഴി അടവിച്ച് തന്നെ ഇവിടെ ഇറക്കുന്നത്. നമ്മൾ അടവെച്ച് തന്നെ ഇറക്കുന്നത്. അല്ല, ഇൻക്യുബേറ്റർ ഒന്നുമില്ല. അത് 100% ഗ്യാരണ്ടിയാ. പെടക്കോഴി കൊണ്ടുവന്നതിനകത്ത് അടയിരിക്കാത്ത ഒരെണ്ണം ഉണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ഞാൻ എടുത്തോളാം. അത് 100% പക്കാ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത്. ഡെലിവറി ഒക്കെ ചെയ്യുന്നു. ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് ഓൾ കേരള ഡെലിവറി പെർ ട്രാൻസ്പോർട്ടേഷൻ വരെ ചെയ്യുന്നു. അത് ശരി. അന്നേരം കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. നമ്പറോട് കൊടുത്തേക്കാം. ആവശ്യക്കാർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കും. അതിന്റെ വണ്ടി പോകുന്നുണ്ട്. അവർ 300 രൂപ 400 രൂപ. അത് ഡെലിവറി ചാർജ് അവരുടെയാണ് സെപ്പറേറ്റ്. നമ്മൾ കോഴിയുടെ ചാർജ് മാത്രമേ എടുക്കത്തുള്ളൂ. അവരുടെ ചാർജ് അവർക്ക് തന്നെ കൊടുത്താൽ ഡെലിവറി സമയത്ത് കൊടുത്താൽ മതി. ആവശ്യക്കാരുണ്ടോ ഓർഡർ ചെയ്തു കേട്ടോ. ഇഷ്ടം പോലെ കോഴി കിടപ്പുണ്ട്. എല്ലാത്തിനെയും കാണിച്ചു തരാം. എന്തൊക്കെ ഐറ്റം കിടപ്പുണ്ട് ഇവിടെ? നമ്മുടെ കയ്യിൽ പഴയ നാടനാ കിടക്കുന്നതെല്ലാം. തലശ്ശേരി കിടപ്പുണ്ട്. തലശ്ശേരി നമുക്ക് വളരെ കുറവാണ്. പിന്നെ കൂടുതലും നമ്മൾ ചെയ്യുന്നത് കറുപ്പി പുള്ളിക്കോഴിയാണ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് തന്നെ പഴയ കാപ്പിരി ഉണ്ട്, കുറുങ്കാലി, നേക്കട്ടിനൊക്കെ ഉണ്ട്. കഴുത്തെ കൂടയില്ലാത്ത പറഞ്ഞ നേക്കട്ടിനൊക്കെ എന്ന് പറഞ്ഞ് തൊപ്പിക്കോഴി കിടപ്പുണ്ട്. പിന്നെ അതേപോലെ എന്നാണെന്നുണ്ടെങ്കിൽ കാപ്പിരി കോഴി കിടപ്പുണ്ട്, കുറുങ്കാലി കിടപ്പുണ്ട്. പിന്നെ താറാവ് നമ്മുടെ കയ്യിൽ ഇപ്പൊ നിലവിൽ കിടക്കുന്ന മുട്ടയാവശ്യത്തിന് കിടക്കുന്ന കാക്കി ക്യാമ്പൽ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പൊ അത് കുഞ്ഞുങ്ങൾ ഇപ്പൊ നമ്മൾ നിലവിൽ കൊടുത്തു തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ കിടക്കുന്നത് ഫ്ലൈൻഡ് ഒക്കെ കിടക്കുന്നത്. അതിന്റെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. എല്ലാം കുഞ്ഞുങ്ങളെ കൊടുക്കത്തുള്ളൂ. കുഞ്ഞുങ്ങളെ ഉള്ളൂ. വലുതിനാണെന്നുണ്ടെങ്കിൽ തള്ളക്കോഴി കുഞ്ഞുങ്ങൾ ആവശ്യക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഏതായാലും കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. പ്രിയങ്ക ഏതാ നമ്മളിപ്പോ മേടിക്കുന്ന? ഏതാ ഏത് കുഞ്ഞിനെ മേടിക്കുവാണോ? കുഞ്ഞുങ്ങൾ ഇപ്പൊ ഒരുപാട് കിടപ്പുണ്ട്. ഏത് അത് ഇല്ല കിടക്കുന്ന കുഞ്ഞത്? അത് നമ്മളിവിടെ അടുത്ത പേരന്റ് സ്റ്റോക്കിന് വേണ്ടി നമ്മൾ 2 നേരം മാറ്റിയിട്ടേക്കുന്നതാണ്. ഓൾറെഡി ഉണ്ട്. ആ സെയിം അവരുടെ തന്നെ സെയിം കളർ പാറ്റേൺ ആണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ? സെയിം കളർ പാറ്റേൺ ഉള്ളവരാണ്. എന്താ നമ്മൾ 2 കുഞ്ഞിനെ മേടിക്കുക? അങ്ങനെ 2 കുഞ്ഞിനെ മേടിക്കില്ലേ? പൊടിയാണോ? ചമലിക്ക് ഏത് പൊടിയുണ്ട്? കുഞ്ഞിനാണോ ഉണ്ട്? താറാനും വേണ്ടല്ലോ. വേണ്ട, താറാനും വേണ്ട. എല്ലാം നോക്കാൻ എനിക്ക് പിന്നെ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും 2 കോഴിയെ മേടിക്കാം. ബാ കേറിക്കോ. ചമലി കാണിച്ചോട്.
വാ ഞങ്ങളെ കാണിച്ചു കൊടുക്കും, കോഴിയാണെന്ന് കാണിച്ചു കൊടുക്കും. നമ്മുടെ ലൈനേജ് എന്ന് പറയും. ഇതോ ഈ ചാര. ഇതിന്റെ കാര്യമല്ലേ പറഞ്ഞേ? ഇത് പെടക്കുഞ്ഞ, ഇത് കുറുങ്കാലിക്കോഴിയുടെ കുഞ്ഞ്. കാണിച്ചു. ഇത് പെടയല്ലേ? ഇത് പെടയാ. ഈ പ്രായത്തിൽ എങ്ങനെ അറിയാൻ പറ്റും? ഈ പ്രായത്തിൽ നമ്മൾ സാധനം ഈ പൂവിന്റെ വലിപ്പം വെച്ചിട്ട് നമ്മൾ സാധനം പറയുന്നത്. പക്ഷെ ഇടയ്ക്കൊക്കെ നമുക്ക് തെറ്റാറുണ്ട്. ഇപ്പൊ നമ്മള് പൂവനാന്നും പറയുന്നതൊക്കെ ചില ആകുമ്പോഴത്തേക്ക് പെടാറുണ്ട്, പെടയാന്ന് അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്നതുകൊണ്ട് നമുക്ക് ഏറെക്കുറെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നാടൻ കോഴിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ക്രോസ് ബ്രീഡിനെ പോലെ തലയിൽ ഈ പൂവിന്റെ വലിപ്പം വളരെ കുറവാണ്. അപ്പം ഒരു പെടക്കോഴി തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കൂട്ടി കിടക്കുന്ന ഇത് പെടയാ. അതെ, അല്ലെ ഈ കിടക്കുന്ന പെടക്കോഴിയെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ നമ്മുടെ ഒരു ക്രോസ് ബ്രീഡിന്റെ ഈ തൊപ്പിയുടെ പെടയാണ്, ലൈനേജിന്റെ സിൽവർ ലൈനേജിന്റെ പെടയാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അതിന് പൂവലിപ്പം വളരെ കുറവല്ലേ. അപ്പൊ നമ്മുടെ BV380 പോലത്തെ കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂവിന്റെ വലിപ്പം നല്ലപോലെ ഇറങ്ങുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ സാധനം പൂവലിപ്പം വെച്ച് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പം വളത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഏറെക്കുറെ നേക്കറ്റ് നെക്ക് എന്ന് പറയുന്നത് നമ്മുടെ പെടലേക്ക് വിടില്ലാത്ത തനി നാടൻ തന്നെയാണ്. അതിന്റെ 60 ടൈപ്പ് എന്ന് പറഞ്ഞത് തന്നെ എന്ന് വെച്ചാൽ വലിപ്പം കുറവായിരിക്കും കോഴി കൂടുതൽ. ഒരു 2 ആഴ്ചയായ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ 2 തള്ളക്കോഴിയുടെ കുഞ്ഞുങ്ങളാ. അതിന്റെ ഒരു തള്ളക്ക് നമ്മൾ ആക്കിയിട്ട് കൊടുക്കും. അതിന് ഏറ്റവും കൂടുതൽ നല്ലോണം നോക്കുന്ന ആരാണോ അവർക്ക് അങ്ങ് ഇട്ട് കൊടുക്കത്തതേ ഉള്ളൂ. ചിലപ്പം 2 തള്ളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരസ്പരം ഒരു കൊത്തായിരിക്കും. അപ്പൊ അതിനകത്ത് കുഞ്ഞുങ്ങൾക്കും ചവിട്ടൊക്കെ കിട്ടാൻ ചാൻസ് ഇല്ലേ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ഏറ്റവും മിടുക്കരായിട്ടുള്ള ആരാണോ അതിനങ്ങ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെ ആയിരിക്കും ഈ പ്രായം? ഈ കുഞ്ഞുങ്ങൾ ഇപ്പൊ 2 ആഴ്ചയൊക്കെ പ്രായമുള്ള ഇപ്പൊ നമ്മള് ഡേ ഓൾഡ് മുതലുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം മുതലുള്ള ഒരു ദിവസം മുതൽ 2 ആഴ്ച വരെയൊക്കെ നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ 90 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഒരു മാസം ആണെന്നുണ്ടെങ്കിൽ 110-100 രൂപ റേഞ്ച് വെച്ചിട്ട്. ഇപ്പൊ ആട് ഏതൊക്കെ കിടക്കുന്നത്? ആട് നമ്മുടെ ക്രോസ് ബ്രീഡ് ആണ് കിടക്കുന്നത്. അതിനകത്ത് ബീറ്റിൽ ക്രോസ് കിടക്കുന്നുണ്ട്. ഇപ്പൊ കാണിച്ചേക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഏറ്റവും സീനിയർ ആടാ. അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിരോഹിയുടെയും ബീറ്റിലൂടെ ക്രോസ് കിട്ടിയതാണ് ഈ പോകുന്നത്. അത് ക്രോസ് ബ്രീഡാ. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങെടുത്താ കിടക്കുന്ന ചുമപ്പൊറം കിടക്കുന്നില്ലേ, റെഡ് ബീറ്റിലാ. റെഡ് ബീറ്റിലിന്റെ ഫീമെയിലാണ് കിടക്കുന്നത്. പിന്നെ ആ ഡാർക്ക് റെഡ് കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ പർവത് സാരി എന്ന് പറയുന്ന ബ്രീഡാ. പർവത് സാരിയാണ്. പർവത് സാരി അതെ. നമ്മുടെ ചോക്ലേറ്റ് കളറിലാ പോകുന്നത്. പിന്നെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീറ്റിലിന്റെ ക്രോസുകളാണ്. ഈ വെക്കുന്നതെല്ലാം ക്രോസ് ബീഡ്സ് തന്നെ. ഇത് ബീറ്റിലിന്റെ ക്രോസ്, ബീറ്റിൽ മലബാറി ക്രോസ് ആണ്. ഇതുപോലെ കൊടുക്കാനുണ്ടോ? ആട് നമുക്ക് ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ആ കിടന്ന പ്രായക്കാരുണ്ടായിരുന്നു. പ്രായക്കാർ നമ്മൾ കൊടുത്തതാ. ഇനിയിപ്പോ നമ്മുടെ ഒരു വലിയ 1 വയസ്സ് 14 മാസമായത് മുട്ടനാട് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ കൊടുക്കാൻ കിടക്കുന്നത്. ഈ പുള്ളി അത് നമ്മുടെ ഒരു ക്രോസ് ബ്രീഡാ. അതാണെന്നുണ്ടെങ്കിൽ ബീറ്റില് അതിന്റെ അമ്മ കരോളിയായിരുന്നു. കരോളിയും അത് പിന്നെ ബീറ്റിലുമായിട്ട് ക്രോസ് ചെയ്തപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു ബ്രീഡിനെ കിട്ടിയതാ. അത് ഇന്ന ബ്രീഡാ നമുക്കല്ല, ക്രോസ് ബ്രീഡാ. ചെവി ഇറക്കവും കാര്യങ്ങളുള്ളത്. കൊടുക്കാനുള്ളത് നമുക്കിപ്പോ മുട്ട മാത്രമേ ഉള്ളൂ. പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആ കിടന്ന കുട്ടി അവിടെ നിൽക്കുന്നില്ലേ, അത് കറക്റ്റ് 4.5 മാസമായ കുട്ടിയാ. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് സെയിലായി കിടക്കുക. ഏതായാലും നമ്പർ കൊടുത്തേക്കാരും വേണമെങ്കിൽ വിളിച്ചാൽ കൊടുക്കാണെങ്കിൽ അന്നേരം അറിയാം. തീർച്ചയായിട്ടും. എത്ര ദിവസം പ്രായം? 14 മാസം കൊടുക്കാൻ ഇട്ടേക്കുന്നതാ. ഇതിനെ കൊടുക്കാൻ ഇട്ടേക്കുന്നതാ. ഇതിന് പ്രായം എന്താ പറഞ്ഞ? 14 മാസം. 14 മാസം. പിന്നെ എന്താ റേറ്റ് കൊടുക്കും? റേറ്റ് നമ്പർ പറ്റുമോ? റേറ്റ് നമുക്ക് നെഗോഷ്യബിളാ. ആവശ്യക്കാർ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. എന്നോട് കളിപ്പാണോ? എന്തോ ഞങ്ങളെ കണ്ടന്റെ ദേഷ്യം പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് കാണിക്കുന്നത് ദേഷ്യം. ഞങ്ങള് പോവാ, വേളൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങള് പോവാ. എന്തായാലും താല്പര്യമുള്ള വിളിച്ചാൽ മതി കേട്ടോ. ആടുണ്ട്, കോഴിയുണ്ട്, താറാവൊക്കെ കിടക്കുന്ന താറാവോടെ കാണിക്കും. ഫ്ലൈൻഡൊക്കെ മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ കൊടുത്തത്. ഇതിനെ കൊടുക്കാനിട്ടേക്കുന്നില്ല. ഇനിയിപ്പോ അടുത്തൊരു 3 പെൺകുട്ടികളെ നമ്മളിവിടെ വളർത്താൻ വേണ്ടി എടുത്തിട്ട്. ഇതിന്റെ ഇത് ഏതാണോ? ക്രോസ് ബ്രീഡാണ്. ഇത് ക്രോസ് ബ്രീഡ്. നമ്മൾ കാണിച്ച റെഡ് ബീറ്റിലിനെ കാണിച്ചില്ലേ, ആ റെഡ് ബീറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്തപ്പോ കിട്ടിയത് കുട്ടിയാ. ഇത് നമ്മുടെ ഏത് കോഴിയായിരുന്നു? ഇത് ഷോക്ക് കോഴിയല്ലേ? ആ പൂവന അല്ല, ആ പൂവൻ എന്ന് പറയാൻ നമ്മുടെ നാടന്റെ കുറുങ്കാലി പൂവനാണ്. ഇത് കുറുങ്കാലി പൂവനല്ലേ? അതിന്റെ ഒരു കുഞ്ഞിനെയാ ഇപ്പം ആദ്യം ഒരെണ്ണം എടുത്തില്ലേ, ഒരു ചുമപ്പ്. അതിന്റെ കാലിന് വളരെ ലെങ്ത് കുറവായിരിക്കും. ഇത് കുറുങ്കാലി പൂവൻ നാടൻ തന്നെ അല്ലേ? തനി നാടൻ, നമ്മുടെ പ്യൂർ. നമ്മുടെ നാടൻകോഴികൾ മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല നമ്മുടെ. പിന്നെ അതിന്റെ അപ്പുറത്താ പോകുന്ന ചെറുതാണെങ്കിൽ കീരിപ്പുള്ളി എന്ന് പറയും. കീരിപ്പുള്ളിയുടെ ആണെങ്കിൽ ഒരു പെടയാണ് നിൽക്കുന്നത്. ടർക്കി. ഇത് ടർക്കിയാണ് നിൽക്കുന്നത്. ടർക്കിയൊക്കെ വിരിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ടർക്കി കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നിലവിൽ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്, പക്ഷെ കൊടുക്കാറായിട്ടില്ല. മറ്റേ പാത്താറ മറ്റേ ഫ്ലൈൻഡ് നമ്മുടെ പണിത്താറാവ് എന്ന് പറയുന്നത്. നിലവിൽ അടയിരിക്കും. എത്ര മുട്ട വരെ അടയിരിക്കും? എന്തോ ഇത് എത്ര മുട്ട ഇപ്പൊ ഇരിപ്പുണ്ട് നിലവിൽ? നമുക്ക് സീസണിലാണ് അതൊരു 6 മുട്ട 7 മുട്ട വെച്ചിട്ട് ഇരിപ്പുണ്ട്. അതല്ല 3 പേര് ഇപ്പൊ നിലവിൽ അടയാ. ഇതിന്റെ പേരെന്തായിരുന്നു? ഗൂസ്. ഗൂസോ? വൈറ്റ് ഗൂസ് ആണ്, ചൈനീസ് ഗൂസാ. ഓഹോ.
ഇതിനെ വിരിപ്പിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗൂസിന്റെ കുഞ്ഞുങ്ങളെ നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതേതാ പൂവനാണ് ഇരിക്കുന്നത്? വെളിയിലിരിക്കുന്നത് പൂവന. നമുക്ക് 2 മെയിലും 3 ഫീമെയിലും ആണ് നമുക്ക് ഇപ്പൊ നിലവിൽ നമ്മുടെ ബ്രീഡിംഗ് സ്റ്റോക്ക് കിടക്കുന്നത്. ഇത് പൂവനല്ലേ? വെളിയിലിരിക്കുന്നത് പൂവന. കാരണം ഇപ്പൊ ബ്രീഡിംഗ് ആയി കഴിയുമ്പോഴത്തേക്ക് പെട മുട്ടയിട്ട് കയറിയിരിക്കുന്ന സമയത്ത് വലിയൊരു കാവലിന് വേണ്ടി ഇരിക്കുന്നവരാണ്. സമയത്ത് ഇച്ചിരി അഗ്രസീവാ പൊതുവെ. നമ്മള് പരിചയമില്ലാത്ത ഞങ്ങൾ കയറി കടിക്കാനൊക്കെ വരും. അതേ ഉള്ളൂ, ഇച്ചിരി പ്രൊട്ടക്റ്റീവാ. താറാവ് ഏതാ കിടക്കുന്നത്? നമ്മുടെ കാക്കി ക്യാമൽ എന്ന് പറഞ്ഞ ബ്രീഡാ. കുട്ടനാട് താറാവല്ല, നമ്മുടെ ബ്രിട്ടീഷ് ബ്രീഡാ. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന ഇനമെന്ന് അവര് അഭിപ്രായപ്പെടുന്ന താറാവ് വരാം. വർഷത്തിൽ ഒരു 320 മുട്ട ഇവരുടെ കണക്ക് പറയണേ. അപ്പൊ നമുക്കിപ്പോ ഇവിടെ നിലവിൽ എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് അത്യാവശ്യം മുട്ട ഉണ്ട്, കുഴപ്പമില്ലാതെ തന്നെ. ഇതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്താണെന്നുണ്ടെങ്കിൽ തൃശ്ശൂര് ഒരു ബോസം ഫാം ഉണ്ടായിരുന്നു, അവരുടെ നമ്മൾ ആദ്യം എടുത്തത്. അവിടുന്ന് ആ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്ത് എടുത്തതാണ്. അതിനകത്തുള്ള തലയെ കറുപ്പ് പോലെ വന്നേക്കുന്നില്ലേ, ഡാർക്ക് കളർ വന്നേക്കുന്ന അതിന്റെ മെയിലും, ബാക്കി നിൽക്കുന്നതെല്ലാം ഫീമെയിലും. അപ്പൊ കളർ പാറ്റേൺ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തടി കാക്കി കളർ ആയിരിക്കും. ചുണ്ടിനാണെന്നുണ്ടെങ്കിൽ വേറെ കളർ വ്യത്യാസം കാണത്തില്ല, അതെല്ലാം കറുത്ത ചുണ്ടായിരിക്കും. തിരിച്ചറിയുന്നത് അതിന്റെ ഒറിജിനൽ ബ്രീഡിനെ നമ്മൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. പിന്നെ അത് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ചിറകിനടിയിൽ ഒരു ചാര നിറമുണ്ട്. ഇവിടെ ചിറക് പിരിക്കുമ്പോഴേക്കും എന്റെ അടിയിലത്തെ ചാര നിറം, അതേപോലെ തന്നെ പെടയ്ക്കുണ്ട്. നമ്മുടെ കുട്ടനാടൻ താറാവിന് അങ്ങനെ ഇല്ല. നമ്മുടെ കുട്ടനാടിന്റെ ചെമ്പല്ലിയുടെ ഏകദേശം ഒരു കളർ പാറ്റേണേ ഉള്ളൂ. പക്ഷെ രണ്ടിനെയും നല്ലപോലെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ആ പുള്ളി പോകുന്നില്ലേ, അതൊരു കുട്ടനാടൻ താറാവാ. ഈ പോകുന്നതും കുട്ടനാടൻ താറാവാ. അത് നമ്മുടെ പഴയ ആൾക്കാരോ ഇപ്പോഴും മുട്ടയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ മനസ്സിലാത്തതുകൊണ്ട് കിടക്കുന്നത്. ഒരു 3 പേര് അതിൽ കുട്ടനാടനുണ്ട്, ബാക്കിയെല്ലാം കാക്കി ക്യാമ്പിലാണ്. കോഴിക്കുഞ്ഞുങ്ങളാ? ആ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത പേരന്റ് സ്റ്റോക്കിലേക്കുള്ളവരാ. നമ്മളങ്ങനെ ഉണ്ട് കാപ്പിരി. ആ തൂവൽ ഇങ്ങനെ മേളിലോട്ട് പൊങ്ങി കാപ്പിരി കോഴിയുടെ കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾക്ക് എത്ര മാസം പ്രായമുള്ള കോഴി തന്നേക്കുന്നത്? ഇപ്പൊ നമുക്ക് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞു, 40 ദിവസം അടുപ്പിച്ച് പ്രായ കുഞ്ഞുങ്ങളെ. മുട്ടയിടും എത്ര മാസം കഴിയും മുട്ടയിടും? നല്ലപോലെ നോക്കുവാണെങ്കിൽ ഒരു 5-5.5 മാസം. 5-5.5 മാസം കഴിയുമ്പോൾ മുട്ടയിടും. നാടൻ അടയിരുത്തി നാടനാണ്. അട വെച്ച് ഇറക്കുന്നതാണ് ആ കോഴി. നമുക്ക് അടയിരിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെ. അന്നേരം കോഴിയുണ്ട്, താറാവുണ്ട്, ആടുണ്ട്. ഏത് ഐറ്റം വേണേലും ഈ സ്ക്രീനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഏതാ അന്നേരം ഉള്ളതെന്ന് വെച്ചാൽ അതിനെ ആ സമയത്ത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കൊടുക്കാം. എന്തോ മറ്റേ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി. നാടൻ കോഴി, നാടൻ താറാവ്, എല്ലാ ഐറ്റം കിടപ്പുണ്ട്. എല്ലാം വീഡിയോക്കകത്ത് കാണുന്ന ഐറ്റം ഉണ്ട്. എനിക്ക് പേരെടുത്ത് പറയാൻ അറിയില്ല കറക്റ്റ്. പേരൊന്നു പറഞ്ഞാൽ ആസിഫ്. വർക്ക് ചെയ്യുന്ന അവിടെ ഏഞ്ചൽ സർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇതിനെ കൊണ്ടുനടക്കാം. നല്ല കാര്യം. എനിക്കും താല്പര്യമുണ്ട്, പക്ഷെ നമുക്കും സമയക്കുറവാണ് മെയിൻ പ്രശ്നം. ഞാനും പരിചയപ്പെടാൻ പറ്റിയതിലും കോഴിയെ മേടിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഇച്ചിരി ഉള്ളെങ്കിലും അതിന്റെ ചെതച്ചിൽ കണ്ടോ? ചെതകലിന് കുഴപ്പമില്ല കേട്ടോ. ഉണ്ടോ? ചെതക കണ്ടില്ലേ? ഏതായാലും കുഴപ്പമില്ല. പിന്നെ 3 പേര് നമ്മൾ ഒരെണ്ണം കുറുങ്ങാലിയാന്ന് തോന്നുന്നു കേട്ടോ. ചാരക്ക് കാലിന് നീളക്കുറവാന്ന് തോന്നുന്നു. കുറുങ്ങാലിയാന്ന് തോന്നുന്നു. കൊത്തത്തില്ലെന്ന് തോന്നുന്നു. എന്തോന്നൊരു പിടിയില്ല. നോക്കാം. ഇതുവരെ അവനും കൊത്തിയിട്ടില്ല. അവനെ കൊത്തല്ലേ കേട്ടാ? ഞാൻ പറഞ്ഞ കേട്ടോന്ന്, അവരെ കൊത്തല്ലും. നിന്റെ കൂട്ടുകാരാ.